ഓം ഭുവനേശ്വരി നമഃ. നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 പുതുവർഷ ഫലത്തെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ്ട് അശ്വതി നക്ഷത്രം മുതൽ ചതയം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. കുറച്ച് നക്ഷത്രം കൂടെ നമുക്ക് പറയാനുണ്ട്. ഈ ഒരു കുറച്ച് കാലയളവ് കൊണ്ട് നമ്മൾ ആ 27 നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. നമ്മുടെ വീഡിയോ ഗാലറി ചില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ്. ഓരോ നക്ഷത്രത്തിൻ്റെ ഫലം ഓരോ ദിവസമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2024 പുതുവർഷ ഫലം പൂർണ്ണമായി നമ്മൾ എഴുതി കഴിയുമ്പോൾ 2024 അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ ലഭിക്കപ്പെടുന്ന നക്ഷത്രങ്ങൾ അല്ലെ രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. സൗഭാഗ്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവിധമായ കാര്യങ്ങളും വരും. പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായ മേൽഗതി യോഗഫലം, ധന സമ്പാദ്യ യോഗഫലം, ഭൂമി സംബന്ധമായ ലാഭം, ഭവന നിർമ്മാണ യോഗഫലം, വാഹന സംബന്ധമായ യോഗഫലം, കുടുംബപരമായ സൗഖ്യം, പ്രത്യേകിച്ച് ദാമ്പത്യപരമായ പ്രണയ സംബന്ധമായ ഗുണഫലങ്ങൾ, സന്താന സൗഭാഗ്യം, വിദ്യായോഗഫലം, ഇത്തരത്തിൽ ലഭിക്കപ്പെടുന്ന യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന നക്ഷത്രങ്ങളും രാശിക്കാരും ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഒന്നാമതായി നമ്മൾ രാശിയുടെ ഗ്രഹങ്ങളുടെ മാറ്റത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് മെയ് മാസം 1-ാം തീയതി ശേഷം വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിൽ പോന്നു. ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. രാഹു കേതു ഗ്രഹങ്ങളുടെ ബലാധിക്യം, സൂര്യന്റെ രാശി പകർച്ച, ഇതിനെയൊക്കെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ, പ്രത്യേകിച്ച് സൗഭാഗ്യപരമായ ഗുണഫലങ്ങൾ തരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ രാശിയായ മേടം രാശി. മേടൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രമായ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് 2024 എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമതായി പറയുന്ന രാശി കന്നി രാശി. ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്കും വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന, സൗഭാഗ്യമുണ്ടാകുന്ന, അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തികപരമായ ലാഭാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഒരു യോഗഫലം തന്നെയാണ്. മൂന്നാമതായി വൃശ്ചികൻ രാശി. വിശാഖത്തിന്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഇവർക്ക് യോഗഫലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മംഗളകരമായ കർമ്മങ്ങൾക്ക്, ദാമ്പത്യപരമായ പ്രണയ സംബന്ധമായ, തൊഴിൽ സംബന്ധമായ, ധനസമ്പാദ്യ യോഗഫലങ്ങളൊക്കെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഉപരിപഠന സാധ്യത, വിദ്യായോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയകാലയളവ് തന്നെയാണ്. അടുത്ത രാശിയായ കർക്കിടകൻ രാശി. പുണർത്തത്തിന്റെ 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് പ്രത്യേകിച്ച് വ്യാഴഗ്രഹത്തിന്റെ മാറ്റമൊക്കെ വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു രാശി തന്നെയാണ്. 5-ാമതായി കുംഭൻ രാശി. അവിട്ടത്തിന്റെ 3, 4, ചതയം, പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്കും ഗ്രഹപരമായ മാറ്റം, യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ്. പ്രത്യേകിച്ച് വ്യാഴഗ്രഹത്തിന്റെ മാറ്റം മെയ് മാസം 1-ാം തീയതിക്ക് ശേഷം യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന രാശിക്കാരാണ് ഈ കർക്കിടകൻ രാശി, കുംഭം രാശിയൊക്കെ. പ്രത്യേകിച്ച് ശനിയുടെ യോഗഫലം, വ്യാഴത്തിന്റെ ഗ്രഹമാറ്റം, ഇതൊക്കെ വളരെയധികം സൗഭാഗ്യപരമായ യോഗഫലങ്ങൾ തരുന്ന 5 രാശിക്കാരാണ് ഈ ഒരു നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത്. 2024 പുതുവർഷം തുടങ്ങുകയാണ്. കഴിഞ്ഞ കുറേ വർഷമായി നമുക്ക് ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കപ്പെട്ട് എന്നാൽ ചില സൗഭാഗ്യങ്ങളുണ്ടായ ചില നക്ഷത്രങ്ങളുണ്ട്. എങ്കിലും ഈ ഒരു വർഷം പുതുവർഷത്തോടുകൂടി എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ധന സമ്പാദ്യ യോഗഫലങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ആശംസിക്കുകയും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. 2024 പുതുവർഷ ഫലം എല്ലാവർക്കും നല്ലതാവണമെന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.